2K25 ഇന്നത്തെ പരിപാടി, രണ്ടാം ദിവസത്തെ പരിപാടി നമുക്ക് പറയാം. എല്ലാവർക്കും നമസ്കാരം. പിന്നെ നമ്മളെന്താ പരിപാടി? ആദ്യം എന്താണ്? യോഗ പരിപാടിയാണ്. എല്ലാവരും ഒരുങ്ങിയിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും പോകാൻ നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് എന്നിട്ട് കുളി, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ? അത് കഴിഞ്ഞ് എന്താണ് ട്രക്കിങ്. വൈകുന്നേരം ആകുമ്പോൾ കുടിക്കെത്തും. അതായത് ചെയ്യും. പക്ഷെ നമ്മൾ പാട്ടും ഫോട്ടോ ഒന്നും വന്നിട്ടില്ല. അത് നമുക്ക് നല്ല ഉഷാറായി പാട്ടും ഫോട്ടോ വേണം. പൊളിക്കണം. ഡാൻസിന്റെ പേരെന്തായിരുന്നു? ആവി കയറണ ഈ കറക്റ്റ് ആവി കയറുമല്ലോ. ഓക്കെയാണെന്നുണ്ടെങ്കിൽ ആ ഇതാണ് വെച്ചിട്ട് അതിന് വെച്ചു കൊടുത്തതിന് വെള്ളം മാറുന്നു. അതിന് വെള്ളം മാറുന്നോ? പിടിച്ചാൽ കിട്ടും. ക്രിസ്മസിന്റെ ഓണർ മിസ്മോസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഫുഡ്, രാവിലത്തെ ഫുഡാണ്. അതെ, ആരെ കാക്കാരെ ടൂർ എക്സ്പ്ലോർ ചെയ്യാം. ക്യാമ്പിൻ്റെ രണ്ടാം ദിവസത്തിലെ നമ്മളെ യോഗ സെഷനും ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് ഞങ്ങളിതാ ഫോറസ്റ്റിലൂടെ ഇങ്ങനെ ഏകദേശം 3 കിലോമീറ്റർ താണ്ടി കുന്നും മലയും ചെരുവും ഒക്കെ താണ്ടി കടന്നു വന്നിരിക്കുകയാണ്. ഇനി ഏകദേശം ഒരു 2 കിലോമീറ്ററോളം ഇനിയും മുന്നോട്ട് പോകാനുണ്ട്. അപ്പോഴാണ് നമ്മൾ കൃത്യമായിട്ട് നമ്മളൊരു വ്യൂ പോയിൻ്റ് നമ്മളെ സ്പോട്ടിൽ എത്തുള്ളൂ. വരുന്ന വഴിക്ക് വ്യത്യസ്ത പക്ഷികളുടെയും ഒക്കെ നല്ല ശബ്ദം. 2 കിലോമീറ്ററോടെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാണ്ട്. അപ്പോഴാണ് ഞങ്ങൾ യഥാർത്ഥ നമ്മളൊരു സ്പോട്ടിലേക്ക് എത്തിച്ചേരാം. ഞങ്ങൾ കൂടെ ഇപ്പോൾ മുഹമ്മദൊക്കെ ഉണ്ട്. നമ്മുടെ ഈ ഒരു ഭാഗത്തൊക്കെ പിന്നെ ഫോറസ്റ്റുമായിട്ടും ഇവിടെയുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് മുൻപന്തിയിൽ നിൽക്കുന്ന ഞങ്ങൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കൂടെ ആയിട്ടുള്ള അശോക് നെന്മാറ, അദ്ദേഹത്തിൻ്റെ സജഷനിലാണ് ഞങ്ങൾ സത്യത്തിൽ ഈ ഒരു ഏരിയ ഞങ്ങൾ ട്രക്കിങ്ങിനും ഞങ്ങളുടെ താമസത്തിനൊക്കെ തിരഞ്ഞിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് പ്രത്യേകം ഈ ഒരു സമയത്ത് നന്ദി പറയുകയാണ്. ഞങ്ങളിപ്പോൾ ഏകദേശം ഇങ്ങനെ ഒരു 3 കിലോമീറ്റർ പോയി എല്ലാവരും അത്യാവശ്യം ഒരു പിന്നെ ക്ഷീണം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നിങ്ങനെ ഇരിക്കാൻ വേണ്ടി ഞങ്ങളൊന്നിങ്ങനെ വിശ്രമിക്കാൻ വേണ്ടി ഇരുന്നതാണ്. ഓക്കെ, അവസാനത്തെ പുള്ളിയാണ്. ഇന്നെ എടുക്കണ്ട, ഞാൻ അങ്ങനെ പോകുന്നു. ഇല്ല
സീരിയസ് ആയിട്ട് വെറുതെ കണ്ണും വീട്ട് അങ്ങനെ ഹോൾഡ് ചെയ്തിരുന്നാ മതി. എന്താ ജമാല് ഒബ്സർവേഷൻ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് നെന്മാറ നെല്ലിയാമ്പതി പോയ സമയത്ത് ഞങ്ങളെ കൂടെ സാർ ജോയിൻ ചെയ്യുകയും ആളുകള് എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അവന്റെ പ്രധാനപ്പെട്ട ആളുകളിലേക്ക് അതിനെ എഴുതി കൊടുത്തു. ഇത് പക്ഷെ ഇങ്ങനെ ഒരു കാടിന്റെ ഉള്ളിൽ അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല. തങ്ങാനോ താമസിക്കാനോ ഇന്ററാക്ട് ചെയ്യാനോ ട്രക്ക് ചെയ്യാനോ കഴിയില്ല. സന്തോഷം തോന്നുന്നു. ഈ കൂട്ടായ്മ ഒരിക്കലും നിങ്ങൾ തളർത്തരുത്. പശുവൻ സാറ് പറഞ്ഞതുപോലെ പ്രതികരിക്കുക. അപ്പൊ നിങ്ങൾ രാഷ്ട്രീയം ഒരിക്കലും ക്ലബിൽ കൊണ്ടുവരരുത് പ്ലീസ്. പിന്നെ ഇത് പശുവൻ സാറ് പറഞ്ഞതുപോലെ ഇന്നത്തെ തലമുറ മയക്കുമരുന്ന്, മൊബൈല്, അവർക്ക് സമൂഹത്തിനോട് ഒരു തരത്തിലുള്ള പ്രതിബദ്ധതയില്ല. ആ ഒരു സമൂഹത്തിൽ ഇപ്പൊ നിങ്ങൾ ഇത്രയും കുട്ടികളെ ഈ ലെവലിൽ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ വളരെ സന്തോഷമുണ്ട് കേട്ടോ. FFC എന്ന് പറയുന്ന ക്ലബിലെ ഈ ഒരു വലിയൊരു കൂട്ടായ്മ, അത് ചെറുതല്ല, വലിയൊരു കൂട്ടായ്മ, യുവത്വത്തിൻ്റെ ഒരു കൂട്ടായ്മ, പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ടിട്ടും പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും അത് ജീവിതത്തിലേക്ക് പകർത്താനുമായിട്ട് വലിയൊരു മനസ്സോടുകൂടി എത്തിയിട്ടുള്ള ക്ലബിലെ ഓരോ ആളുകൾക്കും, നേതൃത്വം കൊടുക്കുന്ന ഓരോ വ്യക്തിത്വങ്ങൾക്കും ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാൻ കഴിയട്ടെ. സമൂഹത്തിന്, പരിസ്ഥിതിക്ക് വലിയൊരു മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും സമൂഹത്തിൽ വലിയൊരു ചേഞ്ച് ഉണ്ടാക്കിയെടുക്കാനും ഇവരെ കൊണ്ട് കഴിയട്ടെ. അതിന് കഴിയും എന്നുള്ളൊരു ആത്മവിശ്വാസം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അത് ദീർഘകാലമായിട്ട് മുന്നോട്ട് പോകാൻ, ഈ ഒരു സ്പിരിറ്റോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്നുള്ള ഒരു ആശംസ കൂടി ഒന്ന് നേരുകയാണ്.